ഹായ് ഫ്രണ്ട്സ്, വീണ്ടും നമ്മളൊരു സ്റ്റിച്ച്ഡ് ബ്ലൗസിലുള്ള വർക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഒരു ചെങ്കല്ല് കളറിലുള്ള ഒരു സിൽക്ക് ബ്ലൗസാണ്. ഓൾറെഡി സ്റ്റിച്ച്ഡ് ആണ്. ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. ഈ ഡിസൈൻ ഞാനിങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്രേസ് ചെയ്ത മാതിരി തന്നെ ഈ ഒരു പേപ്പറിനകത്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് നമ്മളിത് ട്രേസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നോക്കുക, ഇങ്ങനെയാണ് ട്രേസ്, ബാക്കിൽ തന്നെയാണ് ട്രേസ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ഇങ്ങനെ ഒരു വലിയൊരു ഡിസൈൻ വരുന്നുണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ആൻറ്റി ഗോൾഡൻ കളറിലുള്ള കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് സെൻറ്ററിൽ ഞാനൊരു മിറർ കൂടി ഫിക്സ് ചെയ്യുന്നുണ്ട്. നോക്കുക, സെൻറ്ററിലൊരു റൗണ്ട് മാതിരി നമ്മളൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. അതിനകത്ത് കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിലുള്ളൊരു മിറർ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ഫാബ്രിക് ഗ്ലൂ ആണ്. എടുത്തതിന് ശേഷം ഇതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ മിറേഴ്സ് ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡാണ്. 00046 ആണ്. 46 ആണ് ഇതിൻ്റെ നമ്പർ. ഇത് 2 സ്ട്രാൻഡ് ഓഫ് ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഈ മിറർ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന പോലെ തന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള കളറിലുള്ള മെഷീനിൽ യൂസ് ചെയ്യുന്ന ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നീഡിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ത്രെഡ് വർക്ക് ചെയ്യാനായിട്ടുള്ളത് കുറച്ച് തിക്കായിട്ടുള്ളതും, നീഡിൽ ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് തിന്നായിട്ട് കുറച്ചും കൂടി ബീഡിങ് നീഡിൽ കുറച്ചും കൂടി ഇങ്ങനെ ബെൻഡാവുന്ന ടൈപ്പായിരിക്കും ഇതങ്ങനെ ബെൻഡാവില്ല. ബെൻഡാവും, പക്ഷേ ഒടിഞ്ഞു പോകാൻ ചാൻസ് കൊടുത്താണ്. ഇത് കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 നീഡിൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ 2 സ്ട്രാൻഡ് ഓഫ് ത്രെഡാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട്, ഇത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് എങ്ങനെയുണ്ടാവും എല്ലാം വീഡിയോയിൽ ചെന്ന് കാണാം. ഞാൻ അനീഷ. എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഫ്രെയിം വെച്ച് കൊടുക്കാം. ചെറിയൊരു ഫ്രെയിമാണ് ഞാൻ വയ്ക്കുന്നത്. കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തൊന്ന് കൊടുക്കുക. ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ്, പക്ഷേ നമുക്ക് കുഴപ്പമില്ല. സാധാരണ മാതിരി തന്നെ വർക്ക് ചെയ്യുകയാണ്, കാരണം ലൈനിങ്ങിൽ കുത്തിയല്ലാണ്ട് ചെയ്യൽ നടക്കില്ല. ഇപ്പം മിറർ നമ്മൾ നേരത്തെ സ്റ്റിക്ക് ചെയ്ത് നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മിറർ ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ സാധാരണ ഞാൻ നോർമലി ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണോ അതിനെക്കാട്ടി കുറച്ചും കൂടി അകത്തിയാണ് കേട്ടോ ഞാനൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് ചുറ്റും ഒന്നും കൂടി ഒന്ന് ടൈറ്റ് അകത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കുക, ഇപ്പോൾ ചെയ്യുന്ന പോലെ ആദ്യം തന്നെ ഒന്ന് ചുറ്റും റൗണ്ടിനൊന്ന് ചെയ്ത് കൊടുക്കുക. മിറർ ഫിക്സ് ചെയ്യുന്നതെല്ലാം പല വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലെ നോക്കുക, ഇതേമാതിരി മിറർ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ചെയ്യുന്നത് നോക്കുക, ഇതിൻ്റെ ഒന്ന് ഉള്ളിൽ കൂടി കടത്തിയെടുത്തിട്ട് നോക്കുക, ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കടത്തിയെടുത്തിട്ട് താഴോട്ടൊന്ന് വലിച്ച് ഒന്ന് താഴോട്ടാക്കുകയാണ്. കാരണം ഒന്ന് ഈ ഒരു ബോർഡർ ചെയ്തിരിക്കുന്ന കുറച്ചും കൂടി അടുപ്പിക്കുകയും ചെയ്യും. പിന്നെ ഈ ഗ്യാപ്പ് നമുക്ക് സെൻറ്ററിലുള്ള സർക്കുലറായിട്ട് കറക്റ്റായിട്ട് കുറച്ച് കൂടുതൽ വലിപ്പത്തിൽ കിട്ടുകയും ചെയ്യും. കുറച്ച് ബോർഡർ കറക്റ്റായിട്ട് ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് വലിയൊരു ഒറ്റ മിററാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മിറർ ഫിക്സ് ചെയ്യുന്നതിൽ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് കൊടുക്കുന്നത്. സോ ഇങ്ങനെ അങ്ങ് ചെയ്യുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ താഴെ കുത്തി കൊടുക്കാണ്ട് തന്നെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. പക്ഷേ അന്നേരം ഇതിങ്ങനെ അതിൻ്റെ ബോർഡറിലേക്ക് ഇങ്ങോട്ട് വലിക്കുന്നത് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ഇതേപോലെ ഞാനിത് മൊത്തത്തിൽ ഒന്ന് വലിച്ച് ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. നോക്കുക, അപ്പോൾ ഒന്ന് കുറച്ചും കൂടി അങ്ങോട്ട് ബോർഡറിനോട് ചേർന്ന് വരികയും കറക്റ്റ് ഒരു സർക്കുലർ രീതിയിൽ ആ ഒരു ബോർഡർ ചെയ്ത് കഴിഞ്ഞ മാതിരി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിത് സ്റ്റാൻഡ് വെക്കാണ്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയില്ല എന്ന് തോന്നി. അതുകൊണ്ട് അടുത്തത് ഞാനൊന്ന് സ്റ്റാൻഡ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബീഡ് വർക്കാണ് ചെയ്യുന്നത്. സോ ബോർഡറിൽ ബീഡ് ഫിക്സ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ സ്റ്റാൻഡിലേക്ക് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നോക്കുക, സാധാരണ നമ്മൾ ബീഡ് വർക്ക് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ബാക്ക് സ്റ്റിച്ചിൻ്റെ രീതിയിലാണ് ഓരോരോ മിററും ത്രെഡിൽ കോർത്ത് തന്നെയാണ് ചെയ്യുന്നത്. കുറേ മിറേഴ്സ് ഒന്നിച്ച് കുത്തി അതിന് റൗണ്ടിന് ചെയ്തിട്ട് ഗ്യാപ്പിൽ കുത്തി തുന്നി പോവുകയല്ല ചെയ്യുന്നത്. ഓരോ മിററും സെപ്പറേറ്റ് കുത്തി തുന്നി കൊടുക്കുക തന്നെയാണ് കേട്ടോ. കാരണം ഒരൊറ്റ മോട്ടീഫാണ് നമ്മൾ ഈ ഒരു ബ്ലൗസിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ആ ബോർഡറിൽ അടുപ്പിച്ച് വരാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ ഇതേമാതിരി നമുക്കിതിന് ബോർഡറിന് ചുറ്റും കംപ്ലീറ്റ് ചെയ്യാം.
അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇനി ഈ ഒരു പാറ്റേൺ നമ്മൾ വരച്ചിരിക്കുന്നതിലും നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് ആ റൗണ്ടിലുള്ളതിൻ്റെ ലാസ്റ്റ് മിററാണ് ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന് ചുറ്റുമുള്ളത്, ഇത് നമ്മൾ ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ച് അല്ല, ജസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെയാണ് ഞാനിത് ചെയ്യുന്നത്. നോക്കുക, ഒരു ഇതിങ്ങനെ എടുത്തിട്ട് കുറച്ച് പൊട്ടിക്കൊരു എന്താ പറയുക 1 mm മാത്രം ഗ്യാപ്പ് ഇട്ടിട്ട് എടുത്തിട്ട് കുത്തി മുകളിലോട്ട് എടുത്തിട്ട് അങ്ങ് ഒടിച്ചൊടിച്ച് ചെയ്യുകയാണ്. സോ നമുക്ക് വേഗം തന്നെ ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഇത് മൊത്തം ബാക്ക് സ്റ്റിച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതേപോലെ നമുക്കിത് ചെയ്യാം. നോക്കുക ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കിതിൻ്റെ ചുറ്റും നമ്മൾ ആ ഡിസൈൻസ് എവിടേക്കാണോ വന്നിരിക്കുന്നത് അതിലൊക്കെ ഞാൻ ഇതേപോലെ അങ്ങ് കുത്തി കുറച്ചൊന്ന് ഗ്യാപ്പിട്ട് കുത്തി പൊക്കിയെടുത്തുന്നു, ഇത് കുത്തുന്നു, അങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ട് അടുത്ത പെറ്റലിലേക്ക് ഡയറക്റ്റ് അത് അങ്ങോട്ട് പോവുക. അങ്ങനെ ഞാനിത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്താവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഇടയ്ക്ക് കൂടി കുറച്ച് ബീഡ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ ഈ ഒരു സെയിം ആൻറ്റി ഗോൾഡൻ കളർ ബീഡ്സ് തന്നെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫാബ്രിക്കിൻ്റെ അതേ കളറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറോ, സാരിയിൽ ഇപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഏത് സാരിക്കാണോ ബ്ലൗസ് അതിലേതെങ്കിലും കോൺട്രാസ്റ്റ് കളേഴ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചൊക്കെ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിത് ജസ്റ്റ് ഇതേപോലെ ആ ബീഡ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കുക, ഗ്യാപ്പിട്ട് ഏകദേശം 1.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വരുന്ന രീതിയിൽ മൊത്തം റൗണ്ടിൽ അതങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുകയാണ്. ഇതിന് ചുറ്റും കുറച്ച് പുറത്തേക്കും ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. ജസ്റ്റ് സിമ്പിളായിട്ട് കുത്തിയെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ് ആവുകയാണ്. വെറുതെ റാൻഡമായിട്ട് അങ്ങ് കുത്തി പോകുന്നേ ഉള്ളൂ, അല്ലാണ്ട് അതിനൊരു എന്താ പറയുക ഒരു പ്രത്യേകിച്ച് ഓർഡറോ അങ്ങനെയൊന്നും കൊടുക്കുന്നൊന്നുമില്ല. ഏകദേശം ആ ഗ്യാപ്പ് ഈക്വൽ ആകാവുന്ന രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുക. സോ ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക്, ഇത് കംപ്ലീറ്റ് ചെയ്തതിനുള്ള ഫൈനൽ ലുക്ക് കാണാം. നോക്കുക, ഇതാണ് ആ വർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മളൊരു സർക്കിൾ മാതിരി എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ആ ഒരു ഡിസൈൻ്റെ പുറത്തേക്കും കൂടി കുറച്ച് നമ്മളത് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയായിരിക്കും ബാക്ക് സൈഡ് ഇതിങ്ങനെ വരുമ്പോൾ, നല്ലൊരു ലുക്ക് തന്നെയുണ്ട് ഇതിന്. സോ ഒരൊറ്റ മോട്ടിഫായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഇനിയിപ്പോൾ വലിപ്പം കൂടുതൽ വേണമെങ്കിൽ ഇതിനടുത്തൊരു ലെയറായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.